കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ജോലിയും രാജിവെച്ച് ഒരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങാൻ പോകുന്ന 29-കാരിയുടെ കഥയാണ് നിങ്ങളീ കാണുന്നത്. ടീച്ചിങ് പ്രൊഫഷൻ ചെയ്യുമ്പോഴും ഒരു ബിസിനസ് എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. ഏത് ബിസിനസ് ചെയ്യണമെന്നൊന്നും ഡൗട്ട് ഉണ്ടായിരുന്നില്ല, ക്ലോത്തിങ് ബ്രാൻഡ് തന്നെയായിരുന്നു. കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. 4 വർഷക്കാലത്തോളം ഞാൻ ഈ ഒരു പ്രൊഫഷനിലായിരുന്നു. അതിൽ നിന്ന് മറ്റൊരു ഫീൽഡിലേക്ക് പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. അങ്ങനെ കോളേജിനോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങി. ഇനിയൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ആദ്യം വേണ്ടതൊരു ബ്രാൻഡ് നെയിമാണ്. അത് ഓൾറെഡി ഫിക്സ്ഡ് ആയിരുന്നു, നിലാസ് കോട്ടിയർ. എൻ്റെ അമ്മ 10-20 വർഷമായി ബ്യൂട്ടി പാർലറും സ്റ്റിച്ചിങ് സെൻറ്ററും ഒക്കെ നടത്തുന്ന ഒരു സക്സസ്ഫുൾ ഓൺട്രപ്രണറാണ്. അമ്മയുടെ സ്ഥാപനത്തിൻ്റെ പേര് അമ്മയുടെ മകളുടേതാണ്, അതായത് എൻ്റേത്. അപ്പോൾ അതിൽ നിന്നും ഇൻസ്പയർഡായ ഞാൻ എൻ്റെ മോളുടെ പേരാണ് ബ്രാൻഡിന് കൊടുക്കുന്നത്. റിസൈൻ ചെയ്ത ആദ്യ ദിവസം തന്നെ ഞങ്ങൾ സ്റ്റോക്ക് എടുക്കാനായി ഇറങ്ങി. ഇതത്ര ഈസി പണിയല്ലെന്ന് ആദ്യത്തെ സ്റ്റോക്ക് പർച്ചേസിൽ നിന്ന് മനസ്സിലായി. എന്തായാലും ഫാമിലിയിൽ നിന്ന് എല്ലാവരും ഉണ്ടായിരുന്ന സ്റ്റോക്ക് എടുക്കാൻ അവരെല്ലാവരും നല്ല സപ്പോർട്ടാണ് തരുന്നത്. ആ സപ്പോർട്ട് ഞാൻ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ലോഞ്ച് നാളെ തന്നെ ഉണ്ടാവും. സക്സസ് ആണെങ്കിലും ഫെയിലിയർ ആണെങ്കിലും അത് അറിയുന്നതിനായിട്ട് നിങ്ങളും കൂടെ കൂടിക്കോ. ബൈ.